നാട്ടുരുചികൾ വിളമ്പുന്ന വാസുവേട്ടന്റെ കട. തേങ്ങ വറുത്തരച്ച സാമ്പാറും തേങ്ങാപ്പാൽ ചേർത്ത മാങ്ങാക്കറിയും കൂട്ടി നല്ല ഉഗ്രൻ ഊണ് കഴിക്കാം. തനി നാടൻ രുചിയുമായി തലയുയർത്തി നിൽക്കുകയാണ് വാസുവേട്ടന്റെ കട. നാട്ടുരുചികൾ വിളമ്പുന്ന ഊട്ടുപുരകൾ നിരവധി ഉണ്ടെങ്കിലും വാസുവേട്ടന്റെ കടയിലെ വിഭവങ്ങൾക്കെല്ലാം പ്രത്യേക സ്വാദാണ്. രുചി വൈഭവം കൊണ്ട് പ്രശസ്തമാണ് ചാലക്കുടി എലിഞ്ഞപ്ര ജംഗ്ഷനിലെ വാസുവേട്ടന്റെ കട. കാലം മുന്നോട്ട് കടന്നാലും പഴമയുടെയും പാരമ്പര്യത്തിന്റെയും രുചി നുണയാനാണ് മിക്കവർക്കും ഇഷ്ടം. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കട. നാടൻ രുചിക്കൂട്ടിൽ തയ്യാറാക്കുന്ന ഊണിന്റെയും മറ്റു വിഭവങ്ങളുടെയും സ്വാദറിയാൻ എത്തുന്നവരും ഏറെ. വാഴയിലയിൽ വിളമ്പുന്ന ഊണിനും കറികൾക്കുമൊപ്പം സ്പെഷ്യൽ ഐറ്റംസും തയ്യാറാണ്. മീൻ പൊരിച്ചത്, ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, മട്ടൻ റോസ്റ്റ്, താറാവ് റോസ്റ്റ്, പൊടിമീൻ വറുത്തത്, മുളകിട്ട മീൻകറി, മീൻ പീര, പന്നിയിറച്ചി വരട്ടിയത്, അങ്ങനെ വായിൽ വെള്ളമൂറുന്ന വിഭവങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. ഭക്ഷണപ്രിയരുടെ പ്രിയപ്പെട്ട ഒരിടം കൂടിയാണിവിടെ. ഹോട്ടലിന്റെ പുറമോടി ചില്ലറ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും മാറ്റങ്ങളില്ലാതെ തുടരുന്ന ഒന്നുണ്ട്. അത് കടയിലെ വിഭവങ്ങളുടെ രുചി തന്നെയാണ്. 2 വർഷം മുമ്പ് വരെ ഹോട്ടലിന്റെ ചുമതല വാസുവേട്ടനും അടുക്കളയിലെ മേൽനോട്ടം ഭാര്യയ്ക്കുമായിരുന്നു. വാസുവേട്ടന്റെ മരണശേഷം മകൻ ശിവനും ഭാര്യയും ഹോട്ടലിന്റെ ചുമതല ഏറ്റെടുത്തു. അച്ഛന്റെ സ്വപ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള മകന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. രുചിക്കൂട്ടിനും പെരുമയ്ക്കും കോട്ടം വരുത്താതെ ഹോട്ടൽ നല്ല രീതിയിൽ നടത്തിവരുന്നു. രുചിയൊരുക്കുന്ന അടുക്കളയിൽ ഇപ്പോഴും 78കാരി അമ്മയുടെ കൈപുണ്യം തന്നെ. കൂട്ടായ്മയുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായി മാറുകയാണ് ഈ ഭക്ഷണശാല. കൊതിയൂറും നാടൻ വിഭവങ്ങൾ മനസ്സറിഞ്ഞു വിളമ്പുന്നതാണ് ഹോട്ടലിന്റെ വിജയത്തിന് പിന്നിൽ. മലയാളിയുടെ രുചിപ്പെരുമ തൊട്ടുനടത്തുന്ന ഈ ഭക്ഷണശാലയിലെ സ്പെഷ്യൽ ഐറ്റം കായ ഇട്ടുവെച്ച ബീഫും പോർക്കുമാണ്. കൂർക്ക സീസണിൽ കായ്ക്ക് പകരം ബീഫിലും പോർക്കിലും കൂർക്ക ചേർത്തും തയ്യാറാക്കും. മീൻ പൊരിച്ചതായാലും നാടൻ മീൻകറി വിഭവങ്ങളായാലും കൈപുണ്യത്തിലും രുചിയിലും ചാലക്കുടിയിൽ പ്രസിദ്ധമാണ് വാസുവേട്ടന്റെ കട. പഴയ ശൈലികൾക്ക് മാറ്റം വരുത്താതെ വാഴയിലയിലാണ് ഊണ് വിളമ്പുന്നത്. ഉച്ചഭക്ഷണം മാത്രം ലഭിക്കുന്ന ഇവിടെ 12 മണി മുതൽ കറികൾ തീരുന്നത് വരെയാണ് കണക്ക്. ആഹാരത്തിന്റെ ഗുണമേന്മയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. തനി നാടൻ രുചിക്കൂട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്.